ഗ്ലൗസ് ഒക്കെ ഇട്ടുള്ള ഈ പട്ടിഷോ എന്തിനാണെന്ന് വെച്ചാൽ വേറെ ഒന്നിനുമല്ല, കുറച്ച് പുല്ല് പറിക്കണം. ഓൾറെഡി കുറച്ചൊക്കെ ഞാൻ മൺവെട്ടി ഇട്ട് കുത്തിക്കിളച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കക്ഷീനെ നോക്കി വെച്ചിരുന്നു. ഇതിന്റെ കുട്ടിയാണ് ദാ ഇത്. ഇതിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയതാണ്. പാവം പൂച്ചക്കുട്ടീന്റെ ഒരു കണ്ണ് തുറക്കുന്നില്ല. ഇന്നലെ ഇതുപോലെ അമ്മ പൂച്ച ഈ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോയായിരുന്നു. ഞാൻ എടുത്തു വെച്ചതിന് ശേഷം പിന്നെ വന്ന് കടിച്ചോണ്ട് പോയി. ഇന്നും അതിനെ കളഞ്ഞിട്ട് പോയി. അതിനെ കാക്ക കൊത്തണത് കണ്ടപ്പോ എനിക്ക് അങ്ങോട്ട് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പുല്ലുപറി കൈയിട്ടും ഉപകരണം ഇട്ടും അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. നിങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ട്വിസ്റ്റാണ്. ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് ഈ തെങ്ങ് എന്നെ ചതിച്ചിരിക്കുന്നു. തേങ്ങ വന്ന് മുതുകത്ത് വീണു, അത്രയേ ഉള്ളൂ. ആ ക്ഷീണം മാറ്റാൻ ഒരു പുട്ടും ഒരു പപ്പടവും കഴിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ നിന്ന് മെഡിസിനും ഓയിൽമെന്റും തന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയ ക്ഷീണം മാറാൻ ഒരു ചിക്കൻ പപ്സും ഒരു ഷേക്കും ഒരു ബർഗറും, അത്രയേ ഉള്ളൂ. അത്രയൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു നോക്കിയപ്പോ വീണ്ടും ട്വിസ്റ്റ്. നമ്മുടെ പൂച്ചക്കുട്ടി നിര്യാതയായിരിക്കുന്നു. പെൺപൂച്ചയായിരുന്നു കേട്ടോ. അങ്ങനെ അതിനെ അടക്കം ചെയ്തു. പിന്നെ പണി തന്ന തെങ്ങിന്ന് തന്നെ ഒരു കരിക്കും വെട്ടിയിട്ട് അതും കുടിച്ച് ഇന്നത്തേക്ക് വിടാം.